മഴയൊക്കെ ആയിട്ട് എന്താണ് എല്ലാവരുടെയും അവസ്ഥ? ക്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ? ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെ? KTU സ്റ്റുഡൻസിനൊക്കെ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? യെസ് യെസ്. ലീവ് ഒക്കെ തന്നു തുടങ്ങിയ ഓർ സ്റ്റിൽ എല്ലാവരും ക്ലാസ്സിന് പോകുന്നു ഈ മഴയത്ത്? ആക്ച്വലി ഐ നോ വീക്കെൻഡ് ആണ്, ഇറ്റ്സ് ഓൾറെഡി ഫ്രൈഡേ, നാളെ സാറ്റർഡേ സൺഡേ ആണ്, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ്, നിങ്ങൾക്ക് അതിന്റെ ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ഫോർ ഷുവർ ഉണ്ടാവും. ബട്ട് ആക്ച്വലി ഇത് നമ്മുടെ ഫൈനൽ സെഷൻ ആണ്. ഫൈൻ, നമ്മുടെ 2 weeks ട്രെയിനിങ്ങിന്റെ ക്ലാസ് ഇവിടെ ഉണ്ടാവാണ്. പിന്നെ നമുക്ക് ഫൈനലായിട്ട് ടോൾഡ് ഒരു പ്രൊജക്റ്റും കൂടി നിങ്ങൾ ചെയ്യണം എന്ന്, അതും കൂടി ഉള്ളൂ, ബാലൻസ് ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് വി ആർ അറ്റ് ദ എൻഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു സേ താങ്ക് യു ടു ഓൾ ഓഫ് യു, ബിക്കോസ് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. ഞാൻ എസ്പെഷ്യലി നെയിം മെൻഷൻ ചെയ്യുന്നില്ല, ബട്ട് എന്താ വെച്ചാൽ ഒരു ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും, ഈവൻ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കണം, ഈവൻ പ്രൊജക്ട്സിന്റെ ഐഡിയാസും കാര്യങ്ങളും ആണെങ്കിൽ പോലും ലൈക്ക് നിങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ആ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ക്യൂരിയോസിറ്റിനെക്കായി ഒരു ഇച്ചിരി കൂടി ഞാൻ ആക്ച്വലി നിങ്ങളിരുന്ന് ഫീൽ ചെയ്തു. അത് ലൈക്ക് അത് ലൈഫിൽ വേണം കേട്ടോ. ബിക്കോസ് നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് തിങ്ക് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം വളരെ നല്ലതാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗ് നല്ല, നിങ്ങൾ ഏതൊരു ഫീൽഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു ക്യൂരിയോസിറ്റി ലൈഫിൽ എപ്പോഴും ഉണ്ടാവുക, അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് തിങ് എന്താ എല്ലാവരും ചെയ്യേണ്ട, ഇവിടെ 39 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പേരൊന്ന് ചാറ്റ് ബോട്ടിൽ ഇട്ടേ. ലെറ്റ് മീ സി എത്ര പേര് ലൈക്ക് മൈക്ക് ഓൺ ചെയ്ത് സ്ക്രീൻ ഓൺ ചെയ്ത് പോയിട്ടുണ്ട്, ഇവിടെ തന്നെ ഉണ്ടോന്നൊന്ന് ഞാൻ നോക്കട്ടെ. യെസ് യെസ്, ഗ്രേറ്റ്. നിങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ത്രൂ ഔട്ട് ദ സെഷൻ വളരെ ഞാൻ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ ലൈക്ക് ഇന്ററാക്ട് ചെയ്യണതിന്, ആഫ്റ്റർ ഓൾ ഇപ്പൊ നിങ്ങൾ ക്ലാബ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കമന്റ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്യൂറിയസ് ആയിട്ട് ചോദിക്കുമ്പോഴാണ്, ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇറ്റ്സ് ആക്ച്വലി 1-to-1 പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനൊരു സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളത് ലൈക്ക് വേറൊരു സൈഡിൽ നിന്ന് നിങ്ങളത് കേൾക്കുന്നു എന്നല്ലാണ്ട് നമ്മൾ തമ്മിലൊരു ഫിസിക്കൽ കണക്ഷൻ ആരും തമ്മിലില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെയാണ് ഇപ്പൊ എനിക്കാണെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ നിങ്ങൾ ലൈക്ക് ഒരു ട്രെയിനർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഈവൻ സെമിനാർ ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ ഇങ്ങനെ ബോർഡ് നോക്കി കുറെ നേരം വായിക്കുമ്പോൾ നിങ്ങൾക്കും ചടക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ അവരെന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഫാക്കൽറ്റി ഇരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ റൈസ് ചെയ്യുമ്പോഴാണ് ഇപ്പൊ നിങ്ങൾക്കും അതായത് ക്ലാസ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും വരിക. അപ്പൊ ആ കാര്യത്തിൽ ഭയങ്കര ഞാൻ ഈ ഒരു സെഷനിൽ മീൻസ് ഈ ഒരു ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. നിങ്ങൾ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് എന്ത് ഇവിടെ ഫയറും ക്ലാപ്സും എനിക്ക് കാണാനില്ലല്ലോ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്, ഫൈൻ. ഓക്കെ, സോ ബിഫോർ എൻഡിങ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യാം, അതല്ലേ പറ്റുക? ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഈ സെഷനിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ബിക്കോസ് ഞാൻ ഇനി നാളെ തൊട്ട് നിങ്ങളിങ്ങനെ മൈക്ക് ഓൺ ചെയ്തെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനായിട്ട് വരില്ല. അപ്പൊ ആരെങ്കിലും ഒരാള് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിച്ചെന്ന് വന്നേ, ലൈക്ക് വോളണ്ടിയർലി ഞാന് ഒന്ന് എന്ത് ചെയ്യാം, പഠിക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് പറയാം, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് റീകോൾ ചെയ്യാമെന്ന് വോളണ്ടിയർലി ഇൻട്രസ്റ്റഡ് ആയ അങ്ങനെ വരികയാണെങ്കിൽ അതാണ് ബെറ്റർ. അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ആൾ എന്തായാലും എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. ആരെങ്കിലും അങ്ങനെ വോളണ്ടറിലി വരുന്നുണ്ടോ നമ്മൾ എന്തൊക്കെ പഠിച്ചു പറയാനായിട്ട്? അല്ലെങ്കിൽ ഞാൻ റാൻഡംലി ഒരു പേര് വിളിക്കുവേ, ആൾ എന്തായാലും മൈക്ക് എന്താ ഓഫാന്നൊക്കെ പറയണതൊക്കെ, അല്ലെങ്കിൽ മൈക്ക് വർക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞ കള്ളത്തരം ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല. ബിക്കോസ് ഞാനും ഓൺലൈൻ ക്ലാസ്, ഞാൻ 2021 ആണ് ബിടെക് സ്റ്റാർട്ട് ചെയ്യണം. ആ ടൈമിൽ കൊറോണയുടെ പീക്കാ. അപ്പൊ നമ്മൾ ഇറക്കുന്ന ഐഡിയ ആണിത്, മാം മൈക്ക് ഇസ് നോട്ട് വർക്കിംഗ്, വീഡിയോ ഇസ് നോട്ട് വർക്കിംഗ് എന്നുള്ളൊരു സംഭവം. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര ദിവസം അത് വെറുതെ ലൈക്ക് ഞാനത് മൈൻഡ് ചെയ്തില്ല. ബട്ട് ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും വിളിക്കും, അല്ലെങ്കിൽ ഞാൻ 2-3 പേരൊക്കെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും നമ്മൾ എന്തൊക്കെ പഠിച്ചു. അത് മതിയോ?
ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയൂ. നോ റെസ്പോൺസ്. സോ ഞാൻ എന്തായാലും ഒരു പേര് വിളിക്കട്ടെ, അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? അതിന് റിപ്ലൈ ഇല്ല. ഓക്കെ, നിങ്ങളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ മാത്രമേ അപ്പൊ നിങ്ങൾ റിപ്ലൈ തരുള്ളൂ. ഫൈൻ, എനിവേ ലെറ്റ് മീ കോൾ someone. I would like to call Krishnaveni. Are you there? Ma'am. Okay, fine. Thanks. The mic നീ ഓൺ ചെയ്തല്ലോ. I'm grateful for you. Okay, ma'am. Okay. എടാ നമ്മള് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? Introduction to Artificial Intelligence. കേൾക്കുന്നില്ലടാ. Introduction to AI. ഇൻട്രൊഡക്ഷൻ ടു AI. ആ ഇൻട്രൊഡക്ഷൻ ടു AI ഞാൻ ക്ലാസ് എടുത്തപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? AI plus human is human. Is future. നീ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഹലോ. ആ, അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ അതോ എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? അല്ലല്ല നെറ്റിംഗ് ഇംഗ്ലീഷ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ എടാ നമ്മള് AI ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾക്ക് AI കുറിച്ച് ഇതിന് മുന്നേ ലൈക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നീ ഈ സെഷനിൽ വന്നത്? No, ma'am, I'm not interested in AI. You are not at all interested. Then what's the purpose of joining this AI ML training? Not to learn, ma'am. എന്തുവാ? To learn. To learn something. Okay, fine. So, what did you learn? In future, without AI, we can't proceed our learning skills. We can't proceed our learning skill. Are you learned any new terms or terminology from our class? Yes, ma'am. AI plus human is future. That's not a actually. Guys, I would like to inform you all. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന സാധ്യതകളൊക്കെ നിങ്ങളെ ഇങ്ങനെ വൈബ്രന്റ് ആക്കി നിർത്താൻ, അല്ലാതെ നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും പോയിട്ട് വാട്ട് ഈസ് AI എന്ന് ചോദിക്കുമ്പോൾ ഡോണ്ട് എക്സ്പ്ലെയിൻ ഇൻ ദിസ് മാനർ. ഓക്കെ Okay, okay. ഓക്കെ ഓക്കെ. ലൈക്ക് എനിക്ക് മനസ്സിലായി നിനക്ക് ലൈക്ക് ഗ്രാസ്പ് ചെയ്ത സാധനം ആ ഒരു ടേം നിന്റെ തലയിൽ നിന്ന്, ബിക്കോസ് അത് ക്യാച്ചി ആയിരുന്നു. അപ്പൊ അതാണ് എന്റെ ഇന്റൻഷൻ ഉണ്ടായിരുന്നത്. ക്ലിയർ? Okay. ഓക്കെ ഓക്കെ ഫൈൻ. ബട്ട് ലൈക്ക് ആൻസർ നീ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ വേറൊരു ഫാക്കൽറ്റിയോ സംതിങ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ. ഫൈൻ. Okay, ma'am. ഇന്ന് ഞാൻ ലൈക്ക് എനിക്ക് കൺവിൻസിങ് ആണത്, ബിക്കോസ് ഐ നോ, ബിക്കോസ് ഞാനല്ലേ ക്ലാസ് എടുത്തേ. അതുകൊണ്ട് ഈ ടേമും അല്ലെങ്കിൽ ആ ടെർമിനോളജി എനിക്ക് കൺവീനിയന്റ് ആണ്, ബിക്കോസ് ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനില്ല. അപ്പോ വേറെ ആരും ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മള് മാനുവൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ടൈം കൺസ്യൂമിങ്, ടൈം കൺസംഷൻ കുറച്ച്, അതേപോലെ തന്നെ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് സ്കെയിലബിലിറ്റി കൂട്ടി, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ AI യൂസ് ചെയ്യുന്നത്. അപ്പൊ സോ AI പ്ലസ് ഹ്യൂമൻ ബ്രെയിൻ ഗീവ് മച്ച് പെർഫോമൻസ്. Okay. ഓക്കെ, അങ്ങനെ ഫൈൻ. Thanks, Sudha. Okay. Great. Okay, so let me call any other one. I would like to call Sandeep. Are you there? Yes. Okay, fine. Second class attend ചെയ്തിട്ടുണ്ടായിരുന്നോ? Okay. Second classൽ നമ്മൾ എന്താ പഠിച്ച? പൈതൺ ചെയ്യാൻ പഠിച്ചു. എക്സാക്ട്ലി, നമ്മൾ പൈതൺ ചെയ്തു. ഇതിന് മുന്നേ ഹലോ വേൾഡ് ടൈപ്പ് ചെയ്യാത്ത ആളല്ലേ ഞാൻ? ഞാൻ ഇതിനു മുന്നേ പൈതൺ ചെയ്തിട്ടില്ല. അപ്പൊ ആ ഹാൻഡ്സ് ഓൺ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു പൈതൺ ഒത്തിരി പാടാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ കണ്ടപ്പോ അത് സിമ്പിൾ ആയിട്ടൊന്നും മനസ്സിലായി. നമ്മുടെ ഇത് പോലെ അത്രയും C പ്രോഗ്രാം പഠിക്കുന്ന അത്രയും പാടില്ല, എളുപ്പമാണെന്ന് മനസ്സിലായി.
ഞാനൊരു കാര്യം പറയാം. ശരിയാണ്, ഒരു കൺവിൻസിംഗ് ആയ സാധനം. സി പ്രോഗ്രാമിംഗ് ആയിരിക്കും. സി 2021 സ്കീം ആയിരുന്നോ ബിടെക്? അല്ല, ബിടെക് ഞാൻ ഇത് കഴിഞ്ഞാ പോയെ, പോളിടെക്നിക്ക് കഴിഞ്ഞാ പോയെ. ലെറ്റ് അപ്പൊ തേർഡ് ഇയർ കയറി. അല്ല, അപ്പോഴും 2021 സ്കീം അല്ലേ ബിടെക്? ഞാൻ ഈ ഇയർ ആണോ പാസ് ഔട്ട് ആയ? പാസ് ഔട്ട് ആയില്ല, ഇപ്പൊ ലാസ്റ്റ് ഇയറാ. അപ്പൊ ഫൈനൽ ഇയർ സോ അതുകൊണ്ട് എന്തായാലും ഫൈനൽ ഇയർ നിങ്ങൾ പഠിക്കുന്നത് കമ്പൈലർ അല്ല. ഇപ്പൊ ലാബ് ഏതാ? ഇപ്പൊ ലാബ് കമ്പൈലർ അല്ലേ? കമ്പൈലർ, യെസ്, കമ്പൈലർ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ പോളി പഠിക്കുന്ന സമയത്ത് സി പഠിച്ചിട്ടുണ്ടായിരുന്നോ? സി ഞാൻ ഇവിടെ പഠിച്ചതല്ല. ഞാൻ സി പ്രോഗ്രാം ഇവിടെ ഫസ്റ്റ് ഇയറില്ല ബിടെക്കിന്. ബിടെക്, ഓക്കെ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിങ്ങനെ KTUവിനെ കുറ്റം പറയില്ല. ബട്ട് ആക്ച്വലി KTUവിന്റെ സിലബസ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം ദ ബേസ് തൊട്ട് പഠിക്കുന്ന സിലബസ് അല്ല നമ്മുടെ ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനും തന്നെ ഈ പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്കും എസ്പെഷ്യലി ഇഷ്ടമില്ല. എന്റെ ഗ്രേഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈഹാർട്ട് ചെയ്തിട്ടാണ് പ്രോഗ്രാംസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇയർ. സെക്കൻഡ് സെമ്മിൽ അങ്ങനെയാണ് സി ഉണ്ടായിരുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ കോളേജിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു ടൈമിങ് ആക്ച്വലി ഒരു സെമ്മിലില്ല. അതുകൊണ്ടാണ് പല ഫാക്കൽറ്റീസും ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ബേസ് അല്ലെങ്കിൽ ബിഗിനർ ലെവൽ തൊട്ട് പഠിപ്പിക്കാത്തത്. അതാണ് മെയിൻ തിങ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കാണുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആഡ് ഓൺ കോഴ്സ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം. ഇതിപ്പോ നമ്മൾ AIML ഫണ്ട് മീൻസ് ബേസിക് സാധനത്തിൽ നമ്മൾ പൈത്തൺ പറഞ്ഞതാണ്. ആക്ച്വലി പൈത്തണിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഈസി ആണ് പഠിക്കാൻ. അപ്പോ നീ എന്തായാലും ഫൈനൽ ഇയർ അങ്ങനെ ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഇങ്ങനെ ഡെവലപ്പിംഗിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൈത്തൺ കോഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ടു. ഓക്കെ, അത് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ? ഓക്കേടാ, എന്തായാലും മൈക്ക് ഓഫ് ചെയ്തോളൂ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈത്തൺ ആക്ച്വലി സിമ്പിൾ ആണ് ലേൺ ചെയ്യാൻ. ഈ ജാവ സിമ്പിൾ പവർഫുൾ എന്നൊക്കെ പറഞ്ഞ പോലെ ജാവ സിമ്പിളും ആണ്, ശരിയാണ്. ബട്ട് ഓൺ ദ സെയിം ഹാൻഡ് പൈത്തൺ ആണ് ഒരു ബിഗിനറിന് പഠിക്കാൻ സുഖം. ബട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ സാലറിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജാവ ഡെവലപ്പറിനാണ് കുറച്ചും കൂടി സാലറിയും കാര്യങ്ങളും കൂടുതൽ. പക്ഷെ അതിന് കുറച്ചും കൂടി നിങ്ങൾ സ്കിൽഡ് ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ ജാവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈത്തണിൽ തന്നെ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് ഇത് ജാങ്കോ ഓർ ഫ്ലാസ്ക് എടുത്ത് പഠിച്ചാലും ഇറ്റ്സ് ഇനഫ്. അപ്പോ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെടുത്ത പൈത്തൺ ഫണ്ടമെന്റൽസിന്റെ ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നു അല്ലേ? അതിലായിരിക്കും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നമ്മുടെ തേർഡ് ഡേ നമ്മൾ പഠിച്ചത് ML ആണ്. ഫൈൻ. MLന്റെ സാധനങ്ങൾ എന്തായാലും നിങ്ങൾ ഫൈനൽ ഇയറിൽ എങ്ങനെ ഒരു ഐ ഗസ് ഒരു ഇലക്റ്റീവ് ഉണ്ട് തോന്നുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതോ ഞാൻ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ഫൈനൽ ഒരു മൊഡ്യൂൾ ആണോ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മല്ല? മൈക്രോ പ്രൊസസേഴ്സിലോ ഒരു 5th മൊഡ്യൂൾ ഏതൊരു ഐ മീൻ സബ്ജക്റ്റിന്റെ ഈ സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്ഡ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏതാന്ന് റിമെമ്പർ ചെയ്യുന്നില്ല. ബട്ട് ഇൻഡെപ്ത് ആയിട്ട് ML നെ കുറിച്ച് പഠിച്ചതും ഡീപ് ലേണിംഗിലേക്ക് പോയതും പ്രൊജക്ട്സ് ചെയ്യാൻ തുടങ്ങിയതും ഞാൻ മാസ്റ്റേഴ്സിൽ ഇപ്പൊ കറന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ML എന്താ ചോദിച്ചാൽ ടൈപ്സ് ഓഫ് ML ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടല്ലോ. യെസ് ഫൈൻ. അപ്പോ ലൈക്ക് ML ഇപ്പൊ നിങ്ങളോട് ആസ് എ ബാച്ചിലേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഇത്ര ഐഡിയ ഒക്കെ നിങ്ങൾക്ക് മതി. പിന്നെ ഞാൻ ആരൊക്കെ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൊജക്ട്സും കാര്യങ്ങളും ഏത് ഡൊമൈനിലാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ഞാൻ പറയും നിങ്ങൾ ML റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്തോളൂ എന്ന് ഞാനിപ്പോ പറയും. ബിക്കോസ് നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ പ്രൊജക്ട്സും കാര്യങ്ങളും ആണ് നിങ്ങളുടെ റെസ്യൂമിനെ സ്ട്രോങ് ആക്കുക. സോ ഇന്റർവ്യൂവിന് പോയാലും നിങ്ങൾ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് വർക്കിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ കൂടുതൽ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ആണ് നിങ്ങളുടെ ഐഡന്റിറ്റി.
സോ അവരെന്തായാലും ഹൈലൈറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും ചോദിക്കുക, പ്രൊജക്ട് എന്താ ചെയ്ത്, സ്റ്റാക്ക് ഏതാണ്. ഒരു ടെർമിനോളജിയും കൂടി ലൈക്ക് പറയാം. സ്റ്റാക്ക് ഏതാ ചോദിക്കും. അപ്പൊ ഇനി ഒരു ഫാക്കൽറ്റി ആണെങ്കിൽ തന്നെ പ്രൊജക്ട് ചെയ്ത് ഫൈനൽ ഇയർ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും സ്റ്റാക്ക് എന്താ ചോദിച്ചു അവർ ഉദ്ദേശിക്കുന്നത്, ഫ്രണ്ട് എൻഡ് ഏതിലാ, ബാക്ക് എൻഡ് ഏതിലാ, ഓക്കെ, ഡാറ്റാബേസ് ഏതാ, ഇതാണ് സ്റ്റാക്ക്. ക്ലിയർ? അപ്പൊ ഇനി നിങ്ങൾ പ്രൊജക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ചോദിക്കും. അപ്പൊ ബേസിക് ഫുൾ സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഫ്രണ്ട് എൻഡ് റിയാക്ട് ആണ്, ബാക്ക് എൻഡ് ജാങ്കോ ആണ്, ലൈക് DB വെച്ചാൽ SQLite. ഇതാണ് നമുക്ക് പെട്ടെന്ന് ലൈക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DB. അതായത് MongoDB മോങ്കോസും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു ആസ് എ ബിഗിനർ എന്നുള്ള ലെവലിൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം അതാണ്. അപ്പോ അത് കൺവിൻസ് ചെയ്യാനാണെങ്കിൽ ഈവൻ ഇപ്പൊ നിങ്ങളൊരു ML ഏതെങ്കിലും ഒരു മോഡൽ വെച്ചിട്ടാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ പോലും ആ മോഡൽ എന്താണ്, ആ ആൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യാന്നൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ മുന്നിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊജക്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ കുറച്ച് ടെർമിനോളജി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബ് കിട്ടേണ്ട ലൈക്ക് എന്താ പറയാ ആ ഒരു നിങ്ങളുടെ സ്കെയിലും കൂടുതലാണ്. അപ്പോ ഞാൻ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ചെയ്യണതാണ്. ഇതാത് വിചാരിച്ചൊരു വലിയൊരു സംഭവം കയറി പിടിക്കണമെന്ന് ഞാൻ പറയണില്ല. ഇപ്പൊ എന്റെ ഗൈഡ് എന്ന് പറഞ്ഞൊരു ഞാൻ പറ്റുന്ന സമയത്ത് എന്റെ ഗൈഡിന് ആ കോളേജിൽ ചെയ്ത് എല്ലാവരെയും കൂടുതൽ അടിപൊളി പ്രൊജക്ട് നമ്മുടെ ആവണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലോക്ക് ചെയിനാ ചെയ്തേ. ആരെങ്കിലും ബ്ലോക്ക് ചെയിൻ ഒക്കെ പ്രൊജക്ടിന് ലൈക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ആ ഡൊമൈനൊക്കെ ചൂസ് ചെയ്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ 5 years? നോ ഫൈൻ. ലൈക്ക് ബ്ലോക്ക് ചെയിൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾക്ക് എക്സ്റ്റേണൽ വരുന്ന ഫാക്കൽറ്റി ഒക്കെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് ഐഡിയ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പെട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പഠിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആക്ച്വലി പഠിക്കാൻ സിമ്പിൾ ആണെങ്കിൽ പോലും അതിൽ കുറെ ലൈക്ക് ഇൻഡെപ്ത് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ട് അവിടെ ഇവിടെയും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട പകരം നിങ്ങളൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കാൻ നോക്കൂ. ബിക്കോസ് ഇപ്പത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി അത്രയും പവർഫുൾ ആണ്. നിങ്ങളുടെ ഇപ്പൊ ജോബ് കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ IT-ലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക് പ്രൊജക്ട്സ് ആണ് ഫോക്കസ്ഡ് ആവുക. അപ്പൊ എന്തെങ്കിലും തട്ടിക്കൂട്ടി പോവാണ്ട് അതേപോലെ തന്നെ ഒരു പരിപാടിയാണ്. 4 പേരിലൊരു ഗ്രൂപ്പ് ആയിട്ടല്ലേ ഇപ്പോഴും പ്രൊജക്ട് ചെയ്യുന്നേ അല്ലെ? യെസ് അതെ. ഈ 4 പേരിലൊരു പ്രൊജക്റ്റിലെ ഗ്രൂപ്പില് ബേസിക് ആയിട്ട് ചെയ്യണ കാര്യമാണ്. അതിൽ ഒരാൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ടാവും, ബാക്കി 3 ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ പേര് എഴുതുമ്പോൾ നിങ്ങൾ ചെയ്ത വർക്ക് എഴുതുമ്പോൾ ഒരാൾ ടെസ്റ്റിങ്, ഒരാൾ ഫ്രണ്ട് എൻഡ്, ഒരാൾ ബാക്ക് എൻഡ്, മറ്റേയാള് കോഡ് കണ്ടിട്ടൊക്കെ ചെയ്യണ ടീമുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാരും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ അങ്ങനെ പാസ്സായി വന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാ, ഒരാള് അവന് കോഡിങ് അറിയാം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കല്ലേ. ബിക്കോസ് ഇപ്പൊ ടെക്നോളജി അത്രയും വളർന്നോണ്ട് നിങ്ങൾക്ക് ഈ ChatGPT ആണെങ്കിൽ ഞാൻ പറഞ്ഞ ക്ലോഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരാൾ അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിലും എന്താണ് അതിൽ ചെയ്തതെന്നേലും നിങ്ങൾ നോക്കുക. അല്ലാണ്ട് ഒരാളെ തലയിലിട്ട് അത് പോവാണ്ട്. ഇപ്പൊ ഞാനിപ്പോ എന്തായാലും നമ്മുടെ സെഷനിൽ നമ്മൾ ചെയ്യണ പ്രൊജക്ട്സ് നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടല്ലല്ലോ, ഇൻഡിവിജ്വൽ ആയിട്ടാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ക്ലിയർ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫൈൻ. അപ്പോ ഞാൻ ഇന്ന് നിങ്ങളെയും കൊണ്ട് വിചാരിക്കുന്നത് ആന്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമുക്ക് ഇങ്ങനെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന് നിർത്താം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ തരാൻ പറ്റുന്ന എല്ലാ നോളജും തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ലൈക്ക് ഇതിനേക്കാൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ചാറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാരണം ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ കൊളാബ് ഇപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പഠിച്ചല്ലോ. ഫൈൻ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോ ലൈക്ക് ഒരു ML അല്ലെങ്കിൽ AI വെക്കുന്ന ആൾക്കാർക്ക് ബേസിക് ആയിട്ട് ഫസ്റ്റ് ബിഗിനർ ലെവലില് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കൊളാബ് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സന്ദീപ് സജി, കൊളാബ് യൂസ് ചെയ്യാൻ പഠിക്കില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഹലോ സന്ദീപ്, ലൈക്ക് മൈക്ക് ഒന്ന് ഓൺ ചെയ്യാം. ഫൈൻ. എന്താണ് എന്താ ബുദ്ധിമുട്ട്? ക്ലിയർ ആവുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടേ. അല്ല കൊളാബില്
എനിക്ക് ഡൗൺലോഡ് ആയി കിട്ടിയില്ല. കൊളാബ് ലൈക്ക് ഈ കൊളാബ് ഡൗൺലോഡ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അല്ല അല്ല ഫുള്ള് ഡൗൺലോഡ് ചെയ്തില്ല. റൺ ആവുന്നില്ല. ലൈക്ക് ഇപ്പോ നമ്മളിപ്പോ ജസ്റ്റ് ഗൂഗിൾ കൊളാബ് അടിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ലൈക്ക് നിങ്ങളുടെ മെയിൽ എന്തെങ്കിലും വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അത്രയല്ലേ ഉള്ളൂ അതിന്റെ സ്റ്റാർട്ടിങ് പ്രൊസീജിയേഴ്സ് ഉള്ളൂ. ഞാൻ ആക്ച്വലി കുറെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോണ്ട് അതിന്റെ സൈൻ ഇൻ സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. അല്ലേ ഇവിടെ ലൈക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത ആൾക്കാർക്ക് അത്ര തന്നെയല്ലേ വന്നുള്ളൂ? യെസ് യെസ്. അപ്പൊ പിന്നെ എന്താടാ പറ്റിയേ? നിങ്ങക്ക് ഓപ്പൺ ആയിട്ട് വന്നില്ലേ? ഹലോ, ഓപ്പൺ ചെയ്തു, ബാക്കി ചെയ്തില്ല, റണ്ണായില്ല. അതൊക്കെ റൺ ആയില്ല. ഓക്കെ, അപ്പൊ റൺ ആവാത്ത ഇഷ്യൂ മേ ബി നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. കാരണം ബാക്കി ആർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നില്ലല്ലോ, റൺ ചെയ്യാൻ ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ടീസ് വന്നില്ലല്ലോ. ഗൂഗിൾ കൊളാബ് വന്നില്ല. നോ, ഓക്കെ. ഹഫീസ് ഇല്ലാന്നല്ലേ ഉദ്ദേശിച്ച് തംസ് ഡൗൺ കൊണ്ട്? ഓക്കെ ഫൈൻ. അപ്പൊ ഞാന് ഐ ഗസ് ഞാൻ അത് തന്നെയാണ് വിചാരിക്കുന്നത്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണമായിരിക്കും, പിങ് ഇഷ്യൂസ് കാരണമാണ് വരാൻ ചാൻസ്. ബിക്കോസ് ഞാനും ഇപ്പൊ നിങ്ങൾക്ക് സെഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്ത്, ബിക്കോസ് ഇതൊക്കെ ലോഡ് ആവില്ല. ഇതൊക്കെ ഇപ്പൊ നെറ്റിൽ ഇപ്പോ ഓൺ ദ സെയിം ഹാൻഡ് ഗാമ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്താ സ്ക്രീൻ ഗൂഗിൾ ക്ലാസ് ഗൂഗിൾ വാട്ട് ഈസ് ദിസ് ഗൂഗിൾ മീറ്റിന്റെ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കൂടി ഓവർലോഡ് ആയിട്ടാണ് ഇപ്പൊ എനിക്കും ഇതേപോലെ ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും കോഡിലുള്ള ഡിഫിക്കൽട്ടീസ് കാരണമാണ്, ഐ മീൻ എറർ കാരണമാണ് കോഡ് വർക്ക് ചെയ്യാതെ എന്നുണ്ടെങ്കിൽ ആ തൊട്ട് സൈഡിലായിട്ട് എല്ലാവരും ജെമിനൈ കണ്ടിട്ടുണ്ടായിരുന്നോ? യെസ്. അപ്പൊ ജെമിനൈയില് വാട്ട്സ് ദ ഇറർ ഓർ ഫിക്സ് ഇറ്റ് ഈ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അവര് നമുക്ക് അത് ഡീലാക്കി തരും. അപ്പൊ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും, ഇതാണ് നിങ്ങളുടെ കോഡിലുള്ള പ്രശ്നം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും. സോ അതും ഐ ഗസ് ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ക്ലിയർ? അപ്പൊ കൊളാബ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ലൈക്ക് സന്ദീപ് ഇപ്പൊ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ പറയാനല്ലാതെ വേറെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. സോ എല്ലാവർക്കും നമുക്ക് ഇനി ഒന്ന് ആന്റി ഗ്രാവിറ്റി നോക്കിയാലോ? ഓക്കെ, അപ്പോ എല്ലാവരും ഗൂഗിൾ എടുത്തിട്ട്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, വിസിബിൾ ആണോ എന്ന് പറയണേ. എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ വോയിസ് ബ്രേക്ക് ആവുക എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ. ബിക്കോസ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് വിസിബിൾ ആവില്ല. വിസിബിൾ അല്ല, സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ആന്റി ഗ്രാവിറ്റി. അപ്പോ ഇങ്ങനെ ഒരു ഇത് കാണാൻ നിങ്ങൾക്ക് പറ്റും, ആന്റി ഗ്രാവിറ്റി. അപ്പൊ അതെടുക്കുക. ആക്ച്വലി ഇതിൽ ഡൗൺലോഡ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ വിൻഡോസിന് വെച്ചിട്ടുള്ള ഡൗൺലോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ആന്റി ഗ്രാവിറ്റി ഡൗൺലോഡ് ആണ് എൻ്റെ ഇതില്. അപ്പോ ആ ബേസിക് സ്റ്റെപ്പ് ഒന്ന് എല്ലാരും ക്ലിയർ ചെയ്ത് ലൈക്ക് ലോഗിൻ ചെയ്യേ, ഡൗൺലോഡ് ചെയ്യേ, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പറയണേ. ഞാൻ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനുള്ള റീസൺ എന്താ ചോദിച്ചാൽ, നിങ്ങളുടെ ഫൈനൽ പ്രൊജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എസ്പെഷ്യലി ML AI പ്രൊജക്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ ഇറ്റ്സ് വെരി കൺവീനിയന്റ് ടു വർക്ക് ഇൻ ആന്റി ഗ്രാവിറ്റി. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ലൈക്ക് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് നോ സ്റ്റിൽ അത് വർക്കിംഗ് ആണോ എന്നുള്ളത്. ഞാനൊന്ന് ലൈക്ക് അത്
ഓക്കെ, എല്ലാവർക്കും ഇത് വിസിബിൾ ആണോ? ഞാൻ ഇപ്പൊ കാണിച്ചു തന്നിരുന്ന സ്ക്രീനിൽ എല്ലാവർക്കും വിസിബിൾ ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാനൊന്ന് സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുത്ത് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ആക്ച്വലി ഇത് ഞാൻ കംപ്ലീറ്റ്ലി ആന്റി ഗ്രാവിറ്റി യൂസ് ചെയ്ത ഒരു നമ്മുടെ ബുക്ക് മൈ ഷോ എല്ലാവർക്കും അറിയില്ല, എല്ലാരും യൂസ് ചെയ്തിട്ടില്ലേ? അപ്പൊ ബുക്ക് മൈ ഷോ മോഡലിൽ ഞാൻ ചെയ്തൊരു സംഭവമാണ് ഇത്. ആക്ച്വലി ഇപ്പൊ ഇതിൽ ഇമേജസും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല, ലൈക് മൂവീസും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒരു മോഡലായിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഇതേപോലെ പക്ക ഒരു ബുക്ക് മൈ ഷോ മോഡലിൽ ഉണ്ടാക്കിയ സാധനം. ബുക്ക് ടിക്കറ്റ്സ് കൊടുത്തു. ബുക്ക് ടിക്കറ്റ്സ് കൊടുക്കുന്ന സമയത്ത് അന്ന് ഷോസ് ഇല്ല. അയ്യോ, ഇത് ബാക്ക് എൻഡ് കണക്ട് ഞാൻ വേറെ നോക്കട്ടെ. ഇത് ഷോസിന്റെ ലൈക്ക് DB ഇപ്പൊ ഫുള്ള് ഡൗൺ ആണ്. മൂവീസും കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടി വരും. വോട്ട് എവർ. ഇത് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയും. നോക്കിയേ, നിങ്ങൾക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ബേസിക് ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഞാന് ഈ ബുക്ക് മൈ ഷോ എടുത്തിട്ട് ഞാൻ ബുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ബുക്ക് ചെയ്യുമ്പോ ഞാൻ 2 സീറ്റ് ബുക്ക് ചെയ്തു. ആ ഒരു സീറ്റ്സ് വേറൊരാള് ബുക്ക് ചെയ്യണ സമയത്ത് ഒക്കുപ്പൈഡ് ആയിട്ടാണോ കാണിക്കുക, അതോ ലൈക്ക് ഫ്രീ സീറ്റ് ആയിട്ടാണോ കാണിക്കുക? എന്താ നിങ്ങളുടെ ഒപ്പീനിയന്? ഒക്കുപ്പൈഡ് ആവോ അതോ ഇല്ലയോ? ഒക്കുപ്പൈഡ് ആയിട്ടാ കാണിക്കാം. അതിന് പറഞ്ഞ പേരാണ് സീറ്റ് ലോക്കിംഗ് എന്ന് പറയും. അതായത് ഒരാൾ ഓൾറെഡി ടച്ച് ചെയ്ത് സീറ്റ് ബുക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഇതിൽ ആക്ച്വലി വർക്കിംഗ് ആണ്. ഇത് കുറെ കാലമായിട്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ ചെയ്തൊരു വേറെ പരിപാടിയാണ്. ഇപ്പോ നമ്മുടെ ടിക്കറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ മെയിലിലേക്ക് ഈ ടിക്കറ്റ് വരും. അത് സംഭവം നമ്മൾ ചെയ്യണത് SMTP. ആർക്കെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ടോ SMTP എന്നുള്ളൊരു വേർഡ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. യെസ്, SMTP. നമ്മൾ ആക്ച്വലി ബൾക്കായിട്ട് മെയിലൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആൽഗോരിതം പോലത്തെ ഒരു സെറ്റപ്പാണ് SMTP. അപ്പോ അത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ബുക്ക് മൈ ഷോയോ അല്ലെങ്കിൽ ഈവൻ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഫുഡ് ഓർഡർ ചെയ്താൽ വരെ എന്താ സംഭവിക്കാറ്? ഇങ്ങനെ അതായത് നിങ്ങളുടെ മെയിലേക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആക്ച്വലി അത്. അപ്പൊ ഇതൊക്കെ ഞാൻ ആന്റി ഗ്രാവിറ്റി വെച്ചാണ് ചെയ്തത്. ആൻഡ് ഓൾസോ ഇതിൽ ആഡ് ചെയ്ത വേറൊരു പെക്യുലാരിറ്റി ആണ്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് വർക്കിംഗ് ഓർ നോട്ട്. ക്യാമറ കൊടുത്തു കഴിഞ്ഞാല് ആക്സസ് ക്യാമറ കണ്ടോ, ഓൾറെഡി നമുക്ക് എന്താ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ QR ഇപ്പൊ ഇതേപോലെ നമുക്ക് ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി വർക്കിംഗ് ആണോ അല്ലേന്ന് കാണിക്കും. ക്ലിയർ? ഇത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പാറ്റേൺ റെക്കഗ്നീഷൻ ആണ്. അതായത് കമ്പ്യൂട്ടർ വിഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ള അവിടുത്തെ ടെക്നോളജി. നമ്മളെ ആ QR-ഉം അതും വർക്കിംഗ് ആണോ എന്നുള്ളത്. അപ്പോ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ആന്റി ഗ്രാവിറ്റിയിലാണ് ചെയ്തത്. എല്ലാതും ഞാൻ ലൈക്ക് ലൈൻ ബൈ ലൈൻ കോഡ് ചെയ്തിട്ടില്ല. ലിറ്ററലി ഇങ്ങനത്തെ വലിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ 1 month ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടിയത് 2-3 ഡേയ്സിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു 1 week 1.5 വീക്കിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. സജഷൻ മാത്രമാണ്.
ബിക്കോസ് നിങ്ങൾ എന്തായാലും ഫൈനൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ ഇതിനെങ്കിൽ നല്ല എമർജന്റ് പല പലതും കയറി വരുന്നുണ്ട് ആന്റിഗ്രാവിറ്റി അല്ലാണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ കോട്ടന്റെ ഒരു ഇഷ്യൂ കാരണമാണ്. പിന്നെ ക്ലോറിലൊക്കെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അതിലൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ലൈക് സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് കുറച്ചും കൂടി കോട്ട കിട്ടുന്നത് ആന്റിഗ്രാവിറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും സെറ്റപ്പ് കംപ്ലീറ്റ് ആയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഫൈൻ. അപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പ്രൊജക്ട് AI-യോ ML-ഓ സംതിങ് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആന്റിഗ്രാവിറ്റിയിൽ ഒരു പ്രൊജക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ അത്രയും ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. മാനുവൽ ആയിട്ട് ഇങ്ങനെ ഹോബി ബേസ് ചെയ്യുന്ന പകരം പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആന്റിഗ്രാവിറ്റിയിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്തറിയണം? നല്ല അടിപൊളി ഒരു പ്രോംപ്റ്റ് അടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ പ്രോംപ്റ്റ് അടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളും നിങ്ങൾ ചാറ്റ് GPT കൊടുത്തു കഴിഞ്ഞാൽ അവര് നല്ലൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അത് അതേപോലെ ആന്റിഗ്രാവിറ്റിയിൽ കൊണ്ടുവന്നിട്ടുകഴിഞ്ഞാൽ അവര് 1 by 1 അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. അവര് മാനുവലായിട്ടും ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് സജഷൻസ് ചോദിക്കും, യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കും. അപ്പോ നിങ്ങളുടെ ഇന്നത്തെ ഒരു ലൈക്ക് നിങ്ങൾക്ക് ഒരു 10-20 മിനിറ്റ്സ് ബാക്കിയുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ എല്ലാവരും ഒരു ടോപ്പിക് ഫൈനലൈസ് ചെയ്യാം. ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ AI-ML ബേസ് ചെയ്തിട്ട് ഒരു ബിഗിനർ പ്രൊജക്ട് ഒരാൾ തന്നെ ചെയ്തത് വേറെ ആൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു പ്രൊജക്ട് എടുക്കാം. ക്ലിയർ ആണോ? അപ്പോ ഐദർ കൊളാബിലോ ഓർ എൽസ് ആന്റിഗ്രാവിറ്റിയിലോ ചെയ്യാം. ഇനി കൊളാബും എന്ത് ചെയ്യാം? ഇപ്പൊ ഡാറ്റാ സെറ്റ് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊളാബില് ഡാറ്റാ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് ഈ ആന്റിഗ്രാവിറ്റിയിലേക്ക് അത് ഫയലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റാ സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ, ഗ്രേറ്റ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം? അപ്പൊ ഒരു ടോപ്പിക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്താടാ? ഒന്നും കൂടി പറയോ? മനസ്സിലായി. പറയാം. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോ കൊളാബല്ല, കൊളാബ് ഞാൻ എടുത്തിട്ടില്ല. എല്ലാവർക്കും ഇത് വിസിബിൾ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഞാൻ ഡാറ്റാ സെറ്റ് ഉണ്ടാക്കിയതാ. നമ്മൾ ഇന്നലെ സെന്റിമെന്റ് അനാലിസിസ് ഞാൻ കാണിച്ചു തന്നു. പോസിറ്റീവ്, ന്യൂട്രൽ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂടെ. അപ്പൊ അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് ആക്ച്വലി 300 വേർഡ്സ് ഉണ്ട്. 300 സെന്റൻസസ് ആഡ് ചെയ്തിട്ടുള്ളൊരു ഡാറ്റ സെറ്റ് ആണ് ഇത്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പൊ നോക്കിയേ, മൂവി പോസിറ്റീവ് എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ ഞാൻ കുറച്ച് മൂവി സൂപ്പറാണ്, പടം പൊളിയായിരുന്നു, ക്ലൈമാക്സ് കിടു, സോങ് സൂപ്പർ, ഇങ്ങനത്തെ സംഭവങ്ങള്. നെഗറ്റീവില് കുറച്ച്, ന്യൂട്രലില് കുറച്ച്, അതേപോലെ അടുത്തത് ഈ ഫുഡിന്റെ റിവ്യൂ ആണെങ്കിൽ ഫുഡില് കുറച്ചിന്റെ പോസിറ്റീവ് റിവ്യൂസ്, ഫുഡ് നെഗറ്റീവ് റിവ്യൂസ്, ന്യൂട്രൽ റിവ്യൂസ്, പിന്നെ ഷോപ്പിങ്ങില്. ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡാറ്റാ സെറ്റ് ആണ്. ഈ ഡാറ്റാ സെറ്റ് ഞാൻ എന്ത് ചെയ്തു? ഇതിൽ ആക്ച്വലി കണ്ടോ, ഈ കാറ്റഗറീസ് ഒക്കെ ഞാൻ കോൾ ചെയ്ത് ഞാൻ ഇവിടെ പറയാണ് പോസിറ്റീവും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അബ്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞ പെർട്ടിക്കുലർ ടേംസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്യും. അപ്പൊ ഞാൻ ടെസ്റ്റിങ്ങും കാര്യമൊന്നും കൂടി ഇവിടെ ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാല് അതായത് ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ML-ന്റെ സംഭവങ്ങൾ. ഈ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കളയാം. വിച്ച് മീൻസ് ഇപ്പൊ നമ്മളൊരു ഡാറ്റ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഞാന് കൊള്ളില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോ ഞാൻ എന്ത് എഴുതും? CKOLILA എന്ന് എഴുതുന്ന ആൾക്കാരുണ്ട്, COLLILA എന്ന് എഴുതുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെ കുറച്ച് അപ്പർ കേസ്, കുറച്ച് ലോവർ കേസ്, പിന്നെ അതേപോലെ അതിന്റെ ഇടയിൽ എക്സ്ക്ലമേഷൻ മാർക്ക്, കോമയൊക്കെ ഇട്ടിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്ത്, അതേപോലെ തന്നെ വാല്യൂസിന് ഒന്നും കൊടുക്കാത്ത കാര്യങ്ങളും അതൊക്കെ റിമൂവ് ചെയ്ത് നമ്മളെ ഡാറ്റ സെറ്റിനെ
ലൈക്ക് എഫിഷ്യന്റ് ആയിട്ട് ഒരു നല്ലൊരു ഡാറ്റ സെറ്റ് ആയിട്ട് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു അടിപൊളി സെറ്റാക്കി മാറ്റാം. ഈ പ്രീ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ. ഓക്കെ, അപ്പോ നിങ്ങൾ അവിടെ അത്രത്തോളം ഒന്നും പോയിട്ടില്ലെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ ഒരു മാനുവൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് ഈ റിവ്യൂവിന്റെ ആണ്. ഓൺ ദി സെയിം ഹാൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ട്യൂമർ ഡിറ്റക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇമേജസ് കൊടുക്കാം. ഡാറ്റ സെറ്റ് ഒരു 2 ഇമേജ് ട്യൂമർ ഉള്ളത്, 2 ഇമേജ് ട്യൂമർ ഇല്ലാത്തത്. അടി ട്യൂമർ ഉള്ള ഏതെങ്കിലും ഇമേജ് നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ട്യൂമർ കാണാമെന്ന് കാണിച്ചു കൊടുക്കാം. അതങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സെറ്റ് ഓൾറെഡി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊളാബിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ആന്റി ഗ്രാവിറ്റിയിൽ അതിന്റെ കോഡും കാര്യങ്ങളും കൊടുത്തൊരു UI ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് അതിലേക്ക് ഈ ഒരു ഡാറ്റ സെറ്റിൽ ഏതെങ്കിലും ഒരു ഇമേജ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മോഡൽ ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്യും വെദർ ഇറ്റ് ഈസ് ബെനൈൻ ഓർ മാലിഗ്നന്റ്. ക്ലിയർ? ഹാഫീസ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണേ. എല്ലാവർക്കും കൺവിൻസിങ് അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 മെത്തേഡിലും ചെയ്യാം. ഇതർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് ഇനി പിന്നെ കാഗിള് ഞാൻ പറയണ്ടേ, ആരെങ്കിലും നോക്കിയോ കാഗിള്? ഓക്കെ, ഞാൻ കാഗിള് ഞാൻ കാണിച്ചു തരാം. കാഗിളിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KAGGLE ആണ്. കാഗിൾ ഇതേപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് ഡാറ്റ സെറ്റ് കിട്ടാൻ വേണ്ടിട്ട്. കാഗിൾ ഇതാണ് നമ്മുടെ കാഗിളിന്റെ ഡാറ്റ സെറ്റ്. ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ കോഡുകൾ അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇതിന്റെ മെയിൽ ഇതിൽ ഉണ്ടാവില്ല. കണ്ടിന്യൂ രജിസ്റ്റർ വിത്ത് ഗൂഗിൾ. അപ്പൊ നിങ്ങളൊരു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ തൽക്കാലം രജിസ്റ്റർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ഡാറ്റ സെറ്റ്സ് ഓൾറെഡി കിട്ടും. അപ്പൊ വേണമെങ്കിൽ ആ ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഓർ ഈ ടാബില് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഈ കാഗിൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഡാറ്റ സെറ്റ് ലൈക്ക് അതും ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ഐഡിയ നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം. ഓക്കെ, എന്തായാലും ഇന്നൊരു ഫ്രൈഡേ ആണ്. ഇന്നും കൂടി നിങ്ങൾ പണിയെടുത്തിട്ട് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ സ്റ്റെക്ക് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ അടുത്ത് ചോദിക്കാം. ബട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് കംപ്ലീറ്റ്ലി ChatGPT ഇങ്ങനെ സത്യം പറഞ്ഞാൽ AI യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ചെയ്യണ്ടാവാം. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണം. ഞാൻ പറഞ്ഞു, എന്നെ കൺവിൻസ് ചെയ്യാനല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ ലൈക്ക് മനസ്സിലാക്കണം. എനിക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, എനിക്ക് ഈ പരിപാടി നടക്കുമോ എന്നുള്ളൊരു ഐഡിയ എങ്കിലും നിങ്ങൾ ഇതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കണം. ക്ലിയർ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോണ വോട്ട് എവർ, അത് നിങ്ങൾക്ക് ഒരു ലോക്കൽ പ്രൊജക്റ്റ് ആണ്, കുഞ്ഞു പ്രൊജക്റ്റ് ആണ് അതിന്റെ ടോപ്പിക് എന്നുണ്ടെങ്കിൽ പോലും അത് ബോദർ ചെയ്യണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ആലോചിക്കുക. അല്ലെങ്കിൽ ഇതിൽ ഞാൻ എന്തായാലും ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, പോരല്ലോ? എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്തേ. ഫൈൻ ഫൈൻ, ഓക്കെ ഗ്രേറ്റ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ആന്റി ഗ്രാവിറ്റിന്റെ കേസും പറഞ്ഞു. ആന്റി ഗ്രാവിറ്റി ആണെന്നുണ്ടെങ്കിലും ആന്റി ഗ്രാവിറ്റി ആണെന്നുണ്ടെങ്കിലും ആന്റി ഗ്രാവിറ്റി ആണെങ്കിലും അതിന്റെ വർക്കിംഗ് തന്നെ ChatGPT പക്ക ഒരു ChatGPTന്റെ ഒരു കോപ്പി പോലെ തന്നെയാണ് ഇന്റർഫേസും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഡൗട്ട്സും കാര്യങ്ങളും ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് കണ്ടോ, ഞാൻ എനിക്ക് തോന്നുന്ന മെത്തേഡിലാണ് ഞാൻ ഐ വോണ്ട് ടു സ്ക്രീൻ ജസ്റ്റ് ആഡ് സം ഇമോജീസ് ആൻഡ് സൗണ്ട്സ് ലൈക്ക് ഇൻ ദ ഇന്റർഫേസ് അതേപോലെ തന്നെ ഞാൻ കൊടുക്കുന്നുള്ളൂ. ബട്ട് അത് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇത് കണ്ടോ, മൾട്ടി പ്രൊജക്ട്സ് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ആന്റി ഗ്രാവിറ്റിയിൽ. അപ്പൊ നമുക്ക് ഇതാക്കാം. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോ അതിന്റെ ഒരു കോട്ട ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മോഡൽസ് വരുന്നുണ്ട്. മോഡൽ കോട്ട കണ്ടോ,
വരട്ടെ, കംപ്ലീറ്റ് ആവട്ടെ. മോൾക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ലിമിറ്റ് 96% ഉണ്ട്. 5 hour കൂടുമ്പോ പിന്നെയും അത് ലൈക് റീഫിൽ ആയിട്ട് വരും. അത് 96%. പിന്നെ ലൈക് ക്ലോഡും GPT ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജെമിനയിലാണ് നമ്മുടെ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ ജെമിനൈന്റെ ലിമിറ്റ് കഴിയുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ വീക്ക്ലി 5 hour എന്നുള്ളതിലൊക്കെ മാറ്റിയിടാം. ഓക്കെ, അല്ലാതെ അതാരും ഇന്റെ അടുത്ത് ഇത് പറയരുത്. അതായത് കോട്ട കഴിഞ്ഞു എന്ന് പറയരുത്. ഇനി ഒരു കോട്ട കഴിഞ്ഞാൽ അടുത്ത മെയിൽ ID ഉണ്ടാക്കി വെച്ചോളൂ. നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആണ്, ഒരു 2-3 മെയിൽ ID ഒക്കെ വെച്ചിട്ട് എന്തായാലും, അതായത് മിസ്യൂസ് ചെയ്യാനല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇങ്ങനെ കോട്ടയൊക്കെ കഴിഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 2-3 മെയിൽ ID യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ അങ്ങനെയാണ് പണി പഠിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഈ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ പോണില്ല. നിങ്ങളിപ്പോ ഒരു കോപ്പറേറ്റീവ് പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് ഐഡിയ തരുള്ളൂ, അല്ലെങ്കിൽ ബേസിക് ഒരു പുതിയ ടേം, ആ ടേം കംപ്ലീറ്റ്ലി റിസർച്ച് ചെയ്തിട്ട് അത് എങ്ങനെ നിങ്ങളുടെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുത്തി അത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട എല്ലാ ടെക്നോളജീസിനെ കുറിച്ച് ഞാൻ ഐഡിയ തന്നു ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ആ ഒരു ഇത് തോട്ട് എനിക്ക് ഉണ്ട്, ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നില്ലത്. യൂസ് ചെയ്യേണ്ട റിസോഴ്സസ് ഞാൻ പറഞ്ഞു തന്നു, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബാക്കി നമ്മുടെ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രൊജക്ട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണോടുകൂടി നോക്കൂ എന്ത് ഐഡിയ എനിക്ക് ചെയ്യാം. ഈ AIML ഒരു മിനി പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ വായിച്ച് നിങ്ങൾ ആ സാധനം കംപ്ലീറ്റ് ചെയ്ത് ബൈ സൺഡേ ഈവനിങ് നമ്മുടെ ഡ്രൈവ് ഒന്നുകൂടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ അതിലോട്ട് നിങ്ങൾ ആ പ്രൊജക്ട്സ് അപ്ലോഡ് ചെയ്യാം. ക്ലിയർ? അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. Okay? Okay, great. So, before we conclude, I would like to thank each one of you for your active participation throughout this session. Over these sessions, we explored the fundamentals of AI, machine learning, Python basics, worked with data and simple AI applications. And I hope this session has given you a strong foundation and sparked you interested in this exciting field. So always remember, learning AI is not about completing a course. It's about continuously exploring, building and improve our skills. So keep in mind, keep practicing, stay curious, and don't be afraid of the experiment with new ideas and technologies. Clear? I expect many responses. Okay, so thank you for being a wonderful audience. Wishing you success in your academic and even in your future career too. So all the best, all the very, very, very best, and happy learning. Thank you. So you may leave.